എല്ലാവർക്കും നമസ്കാരം. ഞാൻ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഈ റീസൈക്ലിംഗ് സെന്റർ എവിടെയാണ്? നമ്മുടെ തൃക്കരിപ്പൂർ ഭാഗത്ത് എവിടെയെങ്കിലും റീസൈക്ലിംഗ് സെന്റർ ഉണ്ടോ? നിങ്ങളുടെ വീടുകളിലുള്ള ഈ പ്ലാസ്റ്റിക് മാലിന്യം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ചെറിയൊരു വീഡിയോ നമുക്ക് ഏതായാലും ഈ പ്ലാസ്റ്റിക് നമ്മുടെ വീടുകളിലെ പ്ലാസ്റ്റിക് എടുത്തിട്ട് നമുക്കൊരു ചെറിയൊരു യാത്ര നടത്താം. നമുക്ക് ഈ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് സെന്ററിലേക്കാണ് നിങ്ങൾ എല്ലാവരും കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾ തീർച്ചയായും ഈ 3 മിനിറ്റ് വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. ഇനി നമുക്കൊരു 3 കടയിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാനുണ്ട്. 3 കടയിൽ നിന്ന്. പിന്നെ അതും കൂടി ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മള് കൈതക്കാട്ടിലെ റീസൈക്ലിംഗ് സെന്ററിലേക്ക് പോകും. BH മിനി മാർട്ടിലെ ഇക്ബാൽ ഇവിടുത്തെ നമ്മുടെ ആഷിം ഭായിന്റെ കടയിലെ പ്ലാസ്റ്റിക് ആണ്. ഇത് ഒരു വീടും കൂടി ഉണ്ട്. ഇത് നമ്മളെ മമ്മീച്ചാരെ വീട്ടിലെ ഇന്നലെ രാത്രിയായിരുന്നു മമ്മീച്ചാനോട് ഈ കാര്യം സൂചിപ്പിച്ചത്. അങ്ങനെ മമ്മീച്ച പറഞ്ഞതിനോട് ഞാൻ സ്ഥിരമായിട്ട് കളക്ട് ചെയ്യുന്നു, ഒരാളും കളക്ട് ചെയ്യാൻ വരാറില്ല. ഏതായാലും മമ്മീച്ചാന്റെ ഈ പ്രവൃത്തി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താ പറയുക, നമ്മളെല്ലാവരും വിചാരിച്ചാൽ മാത്രമേ ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക് മാലിന്യം നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. സാധാരണ എല്ലാവരും കത്തിക്കുക ചെയ്യുക, അല്ലെങ്കിൽ വേറെ എവിടെയും വലിച്ചെറിയും. അതില്ലാതെ തന്നെ നമ്മള് അതായത് മമ്മീച്ച നമ്മള് ഇപ്പം എന്റെ വീട്ടിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കും കൂടാതെ ആ ഒരു കടയിൽ നിന്നും പിന്നെ നമ്മളൊരു മമ്മീച്ചാരെ വീട്ടിൽ നിന്നാണ് ഇപ്പൊ പ്ലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോ നേരെ പോകുന്നത് കൈതക്കാടുള്ള പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് സെന്ററിലാണ് ഇപ്പൊ പോകുന്നത്. ഇത് നിങ്ങൾക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യം റീസൈക്കിൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതൊന്നും ആരും അറിയില്ല. നമ്മളിങ്ങനെ കത്തിക്കുക, അവിടെ ഇവിടെയും വലിച്ചെറിയുക, ഇതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ട്രെൻഡ്. അത് നമ്മൾ മാറ്റണം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകരിക്കട്ടെ എന്ന നിലയിലാണ് ഞാനിപ്പം ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം. അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം റീസൈക്കിൾ ചെയ്ത് പിന്നെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഏതായാലും നമ്മള് ചെറുവത്തൂർ കൈതക്കാടുള്ള പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് സെന്ററിലാണ് ഉള്ളത്. ഇതാണ് അതിന്റെ ഒരു സ്ഥലം. ഈ വണ്ടികൾ കണ്ടില്ലേ, ഇത് ചെറുവത്തൂർ പഞ്ചായത്തിൽ നിന്ന് വരുന്ന പ്ലാസ്റ്റിക്കിന്റെ മാലിന്യം. അതൊക്കെ എവിടെയാണ് കൊണ്ട് ഇതാക്കുന്നത്. ഇവിടുന്നാണ് അവരെ പഞ്ച് ചെയ്തിട്ട് പല സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നത്. നമ്മള് ഈ റീസൈക്ലിംഗ് സെന്ററിൽ എത്തിയിട്ടുള്ളത്. ഇപ്പൊ ചെറിയ നമ്മൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഇവർ എന്താണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് കാണിക്കാം. നമ്മൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഇതാണ്. ഈ പ്ലാസ്റ്റിക് ഈ മെഷീനിലിട്ടിട്ട് പഞ്ച് ചെയ്യും. പഞ്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ വലിയ കേക്ക് രൂപത്തിൽ ഇതുപോലെ ആക്കിയിട്ട് ഇവർ വെക്കും. ഇവിടെ നിന്നാണ് ഈ സാധനം എവിടത്തേക്ക് പോകുന്നത്? ഗുജറാത്ത് അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഈ പ്ലാസ്റ്റിക് വീണ്ടും പ്ലാസ്റ്റിക് തരത്തിൽ പല പ്രൊഡക്റ്റ് ആയിട്ടും വരും. അതായത് പ്ലാസ്റ്റിക് കൂടാതെ ചെരുപ്പ്, ബാഗ്, ഇതുപോലത്തെ സാധനങ്ങളടക്കം ഇവർ എടുക്കുന്നതാണ്. പക്ഷെ ചെരുപ്പ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ബാഗിലാക്കി കൊണ്ടുവരണം. ഒരിക്കലും പ്ലാസ്റ്റിക് ബാഗിൽ നിങ്ങൾ ചെരുപ്പ് ഇടാൻ പാടില്ല. കൂടാതെ പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസും ഇവർ സ്വീകരിക്കും. പക്ഷെ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ക്യാൻസ് ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വേറെ സെപ്പറേറ്റ് ബാഗിലാക്കി കൊണ്ടുവരണം. പിന്നെ ഈ പ്ലാസ്റ്റിക് ബിസ്ക്കറ്റ് അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെയും വേസ്റ്റാണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ സാധനമാണ് പുറത്തേക്ക് പോകുന്നത്. നമ്മുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ സാധനങ്ങളൊക്കെ ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇവിടുന്ന് കയറ്റേക്ക് ചെയ്യുന്നു. അതായത് നമ്മളെ നാട്ടില് ഒരു വേസ്റ്റും കാണപ്പെടില്ല എന്ന് അർത്ഥം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറയാൻ, നമ്മളെ നാട്ടിലുള്ള തൃക്കരിപ്പൂര് പടന്ന ഈ ഭാഗങ്ങളിലെ ആൾക്കാരോട് പറയാനുള്ളത്, നമ്മളൊരു 10 വീട് സെലക്ട് ചെയ്യാം. അതായത് 10 വീട്ടിൽ നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊടുത്തിട്ട് അവർ അതിൽ ശേഖരിച്ചിട്ട് നിങ്ങൾ സ്ഥിരമായി ഒരു 2 മാസം കൂടുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമെങ്കിൽ തീർച്ചയായും നമ്മളെ നാട്ടിലുള്ള ഈ പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം തീർച്ചയായും ഇല്ലാതാവും. അതുകൊണ്ട് ഇനി മുതൽ എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു 10 വീട് സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ വേസ്റ്റുകളൊക്കെ ഇവിടെ കൊണ്ടുവരാൻ നോക്കുക. അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ്, അതായത് ബിസ്ക്കറ്റ് കവർ ഇതുപോലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ്, അതിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ 1 കിലോന് 10 രൂപ നമ്മളിവിടെ കൊടുക്കണം.
നേരെ മറിച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ടുവരുന്നത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇവർ കയറ്റി അയക്കണം. ഇവർ കയറ്റി അയക്കുമ്പോൾ ഇവർ അങ്ങോട്ട് കാശ് കൊടുക്കേണ്ടി വരുന്നത് ഇത് യാത്രാ ചെലവിനൊക്കെ. അവസാനമായി എനിക്ക് പറയാനുള്ളത് എന്റെ നാട്ടുകാരോട്, നിങ്ങൾ പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കുകയോ അല്ലെങ്കിൽ പറമ്പുകളിലും മറ്റും റോഡ് സൈഡിലും വലിച്ചെറിയാതെ നിങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിങ്ങളെ വീടുകളിൽ ശേഖരിച്ച് നിങ്ങൾ ചുറ്റുപാടുള്ള 5 or 10 വീടുകൾ കേന്ദ്രീകരിച്ച് നിങ്ങൾ ഒന്നിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ട് അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും നിങ്ങൾ ബോധവാന്മാരായി ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്ത് ഇവിടത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കും.